ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടിൽ സർക്കാരിന് നിയമോപദേശം ലഭിച്ചു. സർക്കാരിന് നേരിട്ട് അന്വേഷണം പ്രഖ്യാപിക്കാൻ നിയമ തടസ്സമില്ല. നിയമ സെക്രട്ടറിയുടെ തടസ്സവാദം നിലനിൽക്കില്ല എന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേട് അന്വേഷിക്കുന്നത് സംബന്ധിച്ച് നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിർണായക തീരുമാനമുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൻഫിലിറ്റ്, ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കം പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലെ ക്രമക്കേടുകൾ ഒരിക്കലും വച്ച് പൊറുപ്പിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ PSCയുടെ ഒരു ശുദ്ധീകരണത്തിന് ശക്തമായ നടപടികൾ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകാൻ തന്നെയല്ലേ സാധ്യത കാണുന്നത്? തീർച്ചയായും ശ്രീജ, ഇപ്പോൾ DGPയുടെ നിയമോപദേശമാണ് സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. ഈ നിയമോപദേശത്തിൽ നേരത്തെ PSC സ്വയംഭരണാവകാശമുള്ള ഒരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ്. PSC ഏതെങ്കിലും രീതിയിൽ അഴിമതിയോ ക്രമക്കേട് ഉണ്ടാവുകയാണെങ്കിൽ സർക്കാരിന് നേരിട്ട് ഒരു അന്വേഷണ സംഘത്തെ അല്ലെങ്കിൽ അന്വേഷണം പ്രഖ്യാപിക്കാനോ കഴിയുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നിയമ തടസ്സവാദം നിയമ സെക്രട്ടറി ഉന്നയിച്ചിരുന്നു. അതായത് PSCക്ക് സർക്കാരിന് നേരിട്ട് ഒരു അന്വേഷണം നടത്താൻ ഒരു തടസ്സം നിലനിൽക്കുന്നതായി നിയമ സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതേ തുടർന്നാണ് ഇതിലൊരു വ്യക്തത വരുത്താനാണ് DGP ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷന്റെ നിയമോപദേശം സർക്കാർ തേടിയത്. സർക്കാർ നാളെ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. മാത്രവുമല്ല, ഈ സർക്കാരിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിമർശനമാണ് PSCയുമായി ബന്ധപ്പെട്ട് പരാതികൾ, ആക്ഷേപങ്ങളും സമരങ്ങളും ഒക്കെ തന്നെ ഈ ആസൂത്രണ ബോർഡിന്റെ ചീഫിലെ നിയമനം മാത്രമല്ല നിരവധി പരീക്ഷകളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളൊക്കെ പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിലവിൽ ഉയർന്നു കേൾക്കുന്ന ഈ ആരോപണത്തിൽ ഒരു ഉന്നതാധികാര സമിതിയുടെ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു പ്രത്യേക SIT റിവ്യൂ അന്വേഷണം അതല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം ഒക്കെ പ്രഖ്യാപിക്കാമെന്നാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, PSC ആകട്ടെ ഒരു ആഭ്യന്തര വിജിലൻസ് അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചു. അതുപോലും വലിയ രീതിയിൽ വിമർശനത്തിന് ശേഷമാണ് അങ്ങനെ തീരുമാനമെടുത്തത്. ഒരുപക്ഷെ അത് അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തലും സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് സ്വതന്ത്രമായ ഒരു അന്വേഷണം സർക്കാർ തന്നെ നേരിട്ട് പ്രഖ്യാപിക്കാമെന്നൊരു തീരുമാനത്തിലെത്തിയത്. അപ്പോഴാണ് നിയമ സെക്രട്ടറി സർക്കാരിന് PSCയുടെ കാര്യത്തിൽ അങ്ങനെ നേരിട്ട് അന്വേഷണം പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്നൊരു നിയമ തടസ്സം ഉന്നയിച്ചത്. എന്നാൽ DGP സർക്കാരിന് നൽകിയ നിയമോപദേശം അത്തരത്തിൽ യാതൊരു നിയമ തടസ്സവുമില്ല. സർക്കാരിന് അന്വേഷണം പ്രഖ്യാപിക്കാം, അതായത് സർക്കാരിന്റെ വിജിലൻസ് അന്വേഷണം നേരിട്ട് പ്രഖ്യാപിക്കാം. ആ രീതിയിലാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. ഇതിൽ നാളെ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ അതിന് മുന്നോടിയായി അതിവേഗത്തിലാണ് സർക്കാരിന് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ PSCയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആക്ഷേപങ്ങളും പരാതികളും തന്നെയാണ് ഒരു മുഖ്യ അജണ്ട. ആ അജണ്ടയായ വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഉന്നത അന്വേഷണം അല്ലെങ്കിൽ SIT രൂപീകരിച്ചൊരു അന്വേഷണമോ വിജിലൻസ് അന്വേഷണമോ പ്രഖ്യാപിക്കാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ PSC ഇന്ന് അല്പം മുമ്പ് ഒരു വിശദീകരണം ഒഫീഷ്യൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരണം ഈ ഉയർന്നിരിക്കുന്ന വിമർശനങ്ങളൊക്കെ തള്ളിക്കൊണ്ടാണ് ഒരു കുറിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒഫീഷ്യലായിട്ട് കുറിപ്പ് ഇട്ടിരിക്കുന്നത്. ഇതിൽ ഉദ്യോഗാർത്ഥികളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുമെന്നും പിശകുകളെ പർവ്വതീകരിച്ചിരിക്കുന്നു. അതായത് PSC അപ്പോഴും ഉണ്ടായ തെറ്റുകളൊന്നും തന്നെ അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എന്നതാണ്. അതേസമയം പരീക്ഷാ കൺട്രോളർ കഴിഞ്ഞ ദിവസം നൽകിയ പ്രാഥമിക അന്വേഷണത്തിൽ ഈ ആസൂത്രണ ബോർഡിലെ നിയമനത്തിൽ പിഴവ് പറ്റിയെന്ന് ഇന്നലെ സമ്മതിച്ചിരുന്നു. എന്നാൽ ആ ഒരു കാരണത്തിൽ ചൂണ്ടിക്കാട്ടി പിന്നെ PSCയെ മൊത്തത്തിൽ അടിച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്നും അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നത്. അത് മുഴുവനും തള്ളിക്കൊണ്ടാണ് PSC ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത്. ചെറിയ പിഴവുകൾ ഉണ്ടാകുമ്പോൾ ആ പിഴവുകളെയും പിശകുകളെയും പർവ്വതീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വിമർശനം ഉയർന്നു വന്നിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആരോപണങ്ങൾ പ്രതികരിക്കാനായി പരിമിതിയുണ്ട് എന്ന രീതിയിലൊക്കെയാണ് PSCയുടെ ഒരു വിശദീകരണം, ഒരു ഫേസ്ബുക്കിലൂടെ വിശദീകരണ കുറിപ്പൊക്കെ, അതായത് ഉയർന്നിരിക്കുന്ന മുഴുവൻ ആരോപണങ്ങളെ തള്ളിയാണ് PSC രംഗത്ത് വന്നിരിക്കുന്നത്. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ PSC സംബന്ധിച്ച് നിർണായകം തന്നെയാണ്. തീർച്ചയായും ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടിൽ സർക്കാരിന് എന്തായാലും നിയമോപദേശം ലഭിച്ചിരിക്കുകയാണ്. സർക്കാരിന് നേരിട്ട് അന്വേഷണം പ്രഖ്യാപിക്കാൻ നിയമ തടസ്സമില്ല എന്നുള്ളതാണ് നിയമോപദേശം. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു അൻഫിലിറ്റ് ഡിസൂസ.